വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മഞ്ചേരിയിൽ നടന്ന കൊട്ടിക്കലാശം ആവേശകരമായി. മുന്നണികൾ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടത്തിയത്. പാരഡി പാട്ടുകളും ബാൻഡ് മേളങ്ങളും റാലികളും ഘോഷയാത്രകളും തുടങ്ങി വിവിധ പരിപാടികൾ മഞ്ചേരിയിൽ നടന്ന വിവിധ മുന്നണികളുടെ കൊട്ടിക്കലാശത്തിന് ആവേശമേകി. വോട്ട് പിടിക്കാനുള്ള കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായുള്ള പ്രചാരണം കൊട്ടിക്കലാശത്തോടെ അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചാരണം. വ്യാഴാഴ്ച ജനങ്ങൾ വിധിയെഴുതാനായി പോളിംഗ് ബൂത്തിൽ എത്തും. 13-ന് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ അടുത്ത 5 വർഷം മഞ്ചേരി നഗരസഭ ആരു ഭരിക്കും എന്ന ചിത്രം തെളിയും. മഞ്ചേരി നഗരസഭയിൽ ആകെ 53 വാർഡുകളാണുള്ളത്. വാർഡ് വിഭജനത്തിന് മുൻപ് 50 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ UDF 30, LDF 19, SDPI 1 എന്ന നിലയിലായിരുന്നു. 43 വർഷത്തെ ചരിത്രത്തിൽ 35 വർഷവും UDF-നായിരുന്നു ഭരണം. നിലവിൽ UDF ഭരിക്കുന്നു. UDF-ഉം LDF-ഉം 53 വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട്. BJP 16, SDPI 7, വെൽഫെയർ പാർട്ടി 4, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം 1 വാർഡുകളിലായി മത്സരിക്കുന്നു. UDF-ൽ മുസ്ലിം ലീഗ് 38 സീറ്റിലും കോൺഗ്രസ് 15 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. 38-ൽ 4 പേർ സ്വതന്ത്രരാണ്. LDF-ൽ 22 വാർഡിലാണ് CPM സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ഘടകകക്ഷികളായ CPI, INL, NCP എന്നിവ മത്സര രംഗത്തുണ്ട്. കാത്തിരുന്നു കാണാം ആര് ജയിക്കും, മഞ്ചേരിയെ ആര് നയിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക് PTV കേരള.